ഹായ്, വെൽക്കം ബാക്ക്. ഈ പാവ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് പഴയ സോക്സ് കൊണ്ടുണ്ടാക്കിയതാണ്. വെറും 2 സോക്സ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. എളുപ്പമാണ്. നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പം ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സോക്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. 2 വലിയ സോക്സ് എടുത്താലും മതി. സോക്സ് എടുക്കുമ്പോൾ അധികം കേടുവരാത്ത സോക്സ് എടുക്കാം കേട്ടോ. അപ്പോൾ പാവ കാണാൻ നല്ല ഭംഗിയും വൃത്തിയും കാണും. വലിയ സോക്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചെറുതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ വലിയ സോക്സ് 2ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. ഈ ഉപ്പൂറ്റിയുടെ പാർട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് 2ആയിട്ട് മുറിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. ഇനി ഈ താഴത്തെ പാർട്ടും കട്ട് ചെയ്യണം. നമുക്ക് ആ ഹീൽസിൻ്റെ ഭാഗം വേണ്ട. അപ്പോൾ ദാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സോക്സിൻ്റെ താഴത്തെ പാർട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിടുക. ഇങ്ങനെ നിരപ്പാക്കി വെക്കുക കേട്ടോ. ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഇത് നമുക്ക് 2ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി ഈ സൈഡ് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതിൻ്റെ പകുതി വരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏറ്റവും മുകളിൽ വരെ കട്ട് ചെയ്യരുത്. നമ്മൾ പാവയുടെ കാലുണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, കാല് പോലെ ആയില്ലേ? ഇനി നമുക്കിത് തച്ചെടുക്കാം. ഈ വെട്ടിയ ഭാഗം നമുക്ക് തച്ചെടുക്കണം. സോക്സിൻ്റെ അതേ കളർ നൂല് കൊണ്ട് തന്നെ തച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ തച്ചെടുക്കുക. ഇപ്പോൾ തച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കാല് പോലെ തോന്നുന്നില്ലേ? ഇനി നമുക്കിതിലോട്ട് പഞ്ഞി നിറച്ച് കൊടുക്കണം. ഏതെങ്കിലും പഴയ പാവയുടെ പഞ്ഞിയോ അല്ലെങ്കിൽ തലേണയുടെ പഞ്ഞിയോ ഒക്കെ നിറച്ചാൽ മതി. സാധാ പഞ്ഞി നിറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നിറച്ച് കൊടുക്കുക. വയറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ പഞ്ഞി വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് തച്ചെടുക്കണം. ആ മോൾ ഭാഗം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് തച്ചെടുക്കുക. അപ്പോൾ ഇതാ തച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 2ാമത്തെ സോക്സ് എടുക്കുക. ഇത് നമ്മൾ പകുതി വെച്ച് മുറിച്ചെടുക്കുകയാണ്. വലിയ സോക്സ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി താഴത്തെ ഭാഗത്ത് നമ്മൾ പഞ്ഞി നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ പാവയുടെ തല ഉണ്ടാക്കി എടുക്കുകയാണ്. നേരത്തെ പോലെ പഞ്ഞി നിറച്ച് കൊടുക്കുക. നല്ല ഉരുണ്ടിരിക്കുന്ന രീതിയിൽ പഞ്ഞി നല്ല പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗവും നമ്മൾ തച്ചെടുക്കാൻ പോവുകയാണ്. പോലെ തച്ചെടുക്കുക. ഇനി ഈ തലയും കാലും കൂടെ ഒന്നിച്ച് തച്ചെടുക്കാം. തച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ താഴ്ഭാഗവും തലയും തമ്മിൽ ചേർന്നല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് 2ഉം കൂടെ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ തച്ചെടുക്കാം. താഴേന്ന് ഇങ്ങനെ കുത്തിയതിന് ശേഷം മുകളിലോട്ട് സൂചി ഓടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുറുക്കി കൊടുക്കുക. അപ്പോൾ 2ഉം കൂടെ ചേർന്ന് വരും. ഇങ്ങനെ ചുറ്റും തച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ചുറ്റും തച്ചെടുക്കുക. ഇനി നമുക്ക് കൈ പോലെ തോന്നാൻ വേണ്ടിയിട്ട് തച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നൂല് ഓടിച്ചെടുക്കാം. അപ്പം ഞാൻ കാണുമ്പോൾ മനസ്സിലായോ? മോളിൽ നിന്ന് കുറച്ച് ഭാഗം ഇതേപോലെ നൂല് ഓടിച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൈ പോലെ തോന്നും. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ തച്ചെടുക്കാം. നൂല് ഓടിച്ചതിന് ശേഷം ഒന്ന് ഇറുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ താഴ്ന്നു വരും. അപ്പോൾ കാണുമ്പോൾ കൈ പോലെ തോന്നും. ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശവും തച്ചെടുക്കുക.
ഇത് നേരത്തെ തല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടിയില്ലേ, ആ സോക്സിൻ്റെ മോൾ ഭാഗമാണ്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിനോട് ചേർത്ത് കട്ട് ചെയ്യരുത്, കുറച്ച് തുണി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് പാവയുടെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തുണി മുകളിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും, തയ്ക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇലാസ്റ്റിക് ചേർത്ത് കട്ട് ചെയ്താൽ നമുക്കിതുപോലെ തുണി അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് കണ്ണും മൂക്കും ഒക്കെ വയ്ക്കണം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കണ്ണിന് വേണ്ടിയിട്ട് 2 പൊട്ടൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊട്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ മുത്ത് അവിടെ തച്ച് വയ്ക്കാം, അല്ലെങ്കിൽ കറുത്ത നൂല് കൊണ്ട് തച്ചാലും മതി. കറുത്ത സോക്സാണ് എടുത്തിരിക്കുന്നതെങ്കിൽ വെള്ള നൂല് കൊണ്ട് തച്ചാലും മതി. ഇനി ഞാൻ മൂക്ക് തച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ഷേപ്പിൽ വേറെ മൂക്കൊക്കെ തയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തച്ചോളൂ കേട്ടോ. ഇനി വാ തച്ച് കൊടുക്കുകയാണ്. വാ വേണമെങ്കിൽ റെഡ് കളർ നൂലൊക്കെ കൊണ്ട് തയ്ക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ കാലുണ്ടാക്കി എടുത്തില്ലേ, ആ സോക്സിൻ്റെ മുകൾ ഭാഗമാണ്. ഇനി നമുക്ക് തൊപ്പി ഉണ്ടാക്കി എടുക്കണം. ഇതിന് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക. നമുക്ക് തൊപ്പി ഉണ്ടാക്കാനാണ്, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട. ഇനി ഇത് മറിച്ചിടാം. ഇനി ഇത് നമുക്ക് മുകളിൽ കൂട്ടി പിടിച്ചിട്ട് തച്ചെടുക്കണം. മഫ്ലറൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. അപ്പോൾ തൊപ്പി പോലെ ആയി കിട്ടും. ഇനി നമുക്ക് പാവയുടെ തലയിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവ റെഡി ആയിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട്. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.